ഭർത്താവുമായി ഭർത്തൃ സഹോദരന്റെ ഭാര്യയ്ക്ക് ബന്ധം. യുവതിയെ കുത്തിക്കൊന്നു. അതേ വീട്ടിലുള്ള പ്രതിയിലേക്ക് കാര്യങ്ങൾ അന്വേഷണങ്ങൾ എത്തിയത് ദിവസങ്ങൾക്ക് ശേഷം. ഉത്തർപ്രദേശിലെ മീററ്റിൽ നടന്ന സംഭവമാണ്. ജൂലൈ 12-ാം തീയതിയാണ് നിഡ എന്ന യുവതി അവളുടെ ഭർത്തൃ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ദിവസങ്ങളോളം നീണ്ട അന്വേഷണത്തിൽ ഒടുവിലാണ് ഈ നിഡയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയായിട്ടുള്ള റിംഷയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്? റിംഷയുടെ ഭർത്താവ് ഉവൈസുമായി ഈ നിഡയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇതേ ചൊല്ലി ഈ രണ്ട് സ്ത്രീകളും തമ്മിൽ ആ വീടിനുള്ളിൽ തന്നെ കലഹം പതിവുമായിരുന്നു. ഈ സംഭവം നടന്ന ദിവസം ഏതാണ്ട് ഉച്ചയോടുകൂടി ഈ രണ്ടുപേരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടാവുകയാണ്. ആ സമയം അടുക്കളയിൽ പോയി ഈ പച്ചക്കറിയൊക്കെ അരിയുന്ന ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ഈ നിഡയുടെ നെഞ്ചിൽ ആഞ്ഞു കുത്തി. ആ കുത്തേറ്റ നിഡ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. देखिए, थाना लिसाड़ी गेट के अहमदनगर में आज लगभग 3:30 बजे थाने को सूचना प्राप्त हुई कि एक निदा नाम की महिला है जिसकी लगभग 1.5 वर्ष पहले शादी हुई थी। उसकी घरवाले ने बताया कि उसको अस्पताल ले गए थे, उसके बाद उसकी मृत्यु हो गई। पुलिस इस सूचना पर तत्काल मौके पर आई है। पुलिस ने शव को कब्जे में ले लिया है। बॉडी को पोस्टमार्टम के लिए भेज दिया गया है। फील्ड यूनिट ऑफ फॉरेंसिक जो यूनिट है वो यहाँ पर अपनी जाँच में लगी हुई है। हम लोग अभी दोनों ही परिवारजनों से पूछताछ कर रहे हैं और जैसी भी स्थिति होगी उसमें अग्रिम वैधानिक कार्रवाई की जाएगी. ഈ കണ്ട പോലീസിന്റെ പ്രതികരണം അത് ആ മരണം നടന്ന ജൂലൈ 12-ാം തീയതിയിലെയാണ്. അന്ന് ആ മൃതദേഹം കണ്ട ശേഷം ഇൻക്വസ്റ്റൊക്കെ പൂർത്തിയാക്കിയ ശേഷം പോലീസ് പ്രതികരിച്ചതാണ്. ഇതിൽ ആരാണ് എന്താണ് കൊലപാതകം എന്നുള്ളത് ഒരു വ്യക്തതയുമില്ല. മറ്റാരെങ്കിലും അതിക്രമിച്ചെത്തിയതാണോ എന്നുള്ള സംശയമൊക്കെയാണ് പോലീസ് അപ്പോൾ പ്രകടിപ്പിച്ചത്. പക്ഷേ ആ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ആ കൊലപാതകി എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കിയത്. കൊലയാളി ആരാണെന്നത് ദുരൂഹതയെ തുടർന്നു. പോലീസ് തെളിവുകൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് കേസ് ഒരു വഴിത്തിരിവിലേക്ക് എത്തുന്നത്. പുറത്തു നിന്നുള്ള ഒരാളല്ല, മറിച്ച് ആ വീടിനുള്ളിൽ തന്നെയുള്ള ഒരാളാണ് ആ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. CCTV ദൃശ്യങ്ങളും ഫോൺ വിവരങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിൽ ആ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു. നിഡയും ഉവൈസും പ്രണയത്തിലായിരുന്നു എന്ന് മാത്രമല്ല, ഒരേ വീട്ടിലുള്ള റിംഷയ്ക്ക് മുന്നിൽ വെച്ചും അവർ ബന്ധം മറച്ചുവെക്കാതെ തുടർന്നു. ഉവൈസ് ഇല്ലാത്ത സമയത്തെല്ലാം വീട്ടിൽ വെച്ച് ഈ രണ്ടുപേരും പതിവായി വഴക്കിടുകയും ചെയ്തിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്യലിൽ റിംഷ എന്ന ആ സ്ത്രീ കുറ്റം സമ്മതിച്ചു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആ കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ ഈ റിംഷയ്ക്ക് സഹായം നൽകാൻ മറ്റാരെങ്കിലും എത്തിയിട്ടുണ്ടോ, അങ്ങനെ ഒരു പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും ഒരു വീടിനുള്ളിൽ ആ വീടിനുള്ളിൽ നടന്ന അവിഹിതമായിട്ടുള്ളൊരു ബന്ധം, അതിൻ്റെ പരിണാമം എന്ന നിലയിലാണ് ആ യുവതിക്ക് ജീവൻ നഷ്ടമായത്. അല്ല, അവളുടെ ജീവൻ മറ്റൊരു യുവതി എടുത്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.